ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. കേരളം പോളിംഗ് ബൂത്തിലെത്തുവാൻ ഇനി 3 നാൾ. നാളെ കലാശക്കൊട്ട്. കേരളം പോളിംഗ് ബൂത്തിലെത്തുവാൻ ഇനി 3 നാൾ മാത്രം. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. നാളെയാണ് കലാശക്കൊട്ട്. വോട്ടുറപ്പിക്കുവാനുള്ള അവസാനവട്ട ഓട്ടത്തിലാണ് സ്ഥാനാർത്ഥികൾ. പ്രചാരണം കൊഴുപ്പിക്കുവാൻ ദേശീയ നേതാക്കൾ ഇന്ന് കേരളത്തിലെത്തും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ജില്ലയിൽ തുടരുന്നുണ്ട്. ബിജെപിയുടെ 47ാം സ്ഥാപക ദിനം പ്രമാണിച്ച് സംസ്ഥാന കാര്യാലയത്തിൽ പതാക ഉയർത്തും. ശേഷം വിവിധ പ്രചാരണ പരിപാടികളിലും പങ്കെടുക്കും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ, ടെന്നീസ് താരം ലെൻഡർ പിയേസ്, ബിജെപി ദേശീയ അധ്യക്ഷൻ നിതിൻ നബിൻ തുടങ്ങിയവരും തിരുവനന്തപുരത്തുണ്ട്. അവസാന മണിക്കൂറിൽ DK ശിവകുമാറിനെ ഇറക്കി കളം പിടിക്കുവാനാണ് കോൺഗ്രസ് ശ്രമം. വട്ടിയൂർക്കാവ് മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരനായി DK ശിവകുമാർ റോഡ് ഷോയിൽ പങ്കെടുക്കും. TVK അധ്യക്ഷൻ വിജയയുടെ ഇന്നത്തെ ചെന്നൈ പര്യടനം റദ്ദാക്കി. TVK അധ്യക്ഷൻ വിജയയുടെ ഇന്നത്തെ ചെന്നൈ പര്യടനം റദ്ദാക്കി. വില്ലവാക്കം, അണ്ണാനഗർ, ടി നഗർ എന്നിവിടങ്ങളിലെ പ്രചാരണമാണ് റദ്ദാക്കിയത്. പോലീസിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് പര്യടനം റദ്ദാക്കുവാൻ കാരണം എന്നാണ് TVK നൽകുന്ന വിശദീകരണം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിജയ്ക്ക് പ്രചാരണത്തിന് അനുമതി നൽകിയത്. ആവശ്യപ്പെട്ട സമയവും സ്ഥലവും നൽകിയില്ലെന്നും TVK ആരോപിച്ചു. വോട്ടിംഗ് മെഷീനിൽ പേര് മാറ്റണം. NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഇന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. വോട്ടിംഗ് മെഷീനിൽ പേര് മാറ്റണമെന്ന ആവശ്യവുമായി തൃപ്പൂണിത്തുറയിലെ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായർ ഇന്ന് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും. അഞ്ജലി PV എന്ന ഔദ്യോഗിക പേരിന് പകരം അഞ്ജലി നായർ എന്നാക്കണം എന്നാണ് ആവശ്യം. നേരത്തെ ഹൈക്കോടതി ഇക്കാര്യം പരിഗണിക്കണമെന്ന് വരണാധികാരിയോട് നിർദ്ദേശിച്ചെങ്കിലും അനുകൂല നിലപാടുണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് അഞ്ജലി വീണ്ടും കോടതിയെ സമീപിക്കുന്നത്. അമേരിക്കൻ വിമാനവും ഹെലികോപ്റ്ററുകളും തകർത്തതായി ഇറാൻ. വിമാനം ഇറാന്റെ കൈയിലെത്താതിരിക്കുവാൻ ഞങ്ങൾ തന്നെ അത് നശിപ്പിച്ചുവെന്ന് അമേരിക്ക. അമേരിക്കൻ വിമാനവും ഹെലികോപ്റ്ററുകളും തകർത്തെന്ന അവകാശവാദവുമായി ഇറാൻ സേന. തകർന്ന വിമാനത്തിന്റെയും ഹെലികോപ്റ്ററുകളുടെയും ചിത്രങ്ങൾ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ് പങ്കുവച്ചു. ഇതുപോലെ 3 വിജയങ്ങൾ കൂടി നേടിയാൽ അമേരിക്ക നശിക്കും എന്നാണ് ഗാലിബഫിന്റെ പരിഹാസം. കുന്നത്തുനാടിന് 5000 കോടിയുടെ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ച് NDA. 116 ലക്ഷം വീട് കോളനികൾ നവീകരണത്തിന് 280 കോടി നൽകുമെന്നും പ്രഖ്യാപനം. കുന്നത്തുനാടിന് 5000 കോടിയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് NDA. കഴിഞ്ഞ ദിവസം കോലഞ്ചേരിയിൽ സംഘടിപ്പിച്ച NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സാന്നിധ്യത്തിൽ 2020 പാർട്ടി പ്രസിഡന്റ് സാബു M ജേക്കബാണ് പാക്കേജ് പ്രഖ്യാപിച്ചത്. തിരുവാണിയൂർ, പൂതൃക്ക, കുന്നത്തുനാട്, വടവുകോട്, പുത്തൻകുരിശ് പഞ്ചായത്തുകളിലെ 2000 പേർക്ക് BPCL കൊച്ചി റിഫൈനറിയിൽ ദിവസവേതനത്തിൽ നേരിട്ട് തൊഴിൽ. പുത്തൻകുരിശ് പഞ്ചായത്തിലെ അമൃത കോളനി ഉൾപ്പെടെ മണ്ഡലത്തിലെ 116 ലക്ഷം വീട് കോളനികൾ നവീകരിക്കുവാൻ 280 കോടി. കുന്നത്തുനാട് മണ്ഡലത്തിലെ 4 പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന അങ്കമാലി, കുണ്ടന്നൂർ, എട്ടുവരി പാതയ്ക്ക് 9500 കോടി എന്നിങ്ങനെ വിവിധ പാക്കേജുകളാണ് പ്രഖ്യാപിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. മാത്യു കുഴൽനാടന്റെ സ്വീകരണ യോഗത്തിൽ UDF പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. എറണാകുളം മൂവാറ്റുപുഴയിൽ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടന്റെ സ്വീകരണ യോഗത്തിൽ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളി. പായിപ്ര പഞ്ചായത്തിലെ യോഗത്തിലാണ് UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. മുസ്ലിം ലീഗ് വിമതനായി മത്സരിച്ച് വിജയിച്ചയാൾ പരിപാടിക്കെത്തിയതാണ് ഒരു കൂട്ടം പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. സംഭവത്തിന്റെ ദൃശ്യങ്ങളും പുറത്തെത്തി. ഈ ചോദ്യങ്ങൾക്ക് മറുപടിയുണ്ടോ? FCRAയിൽ പ്രധാനമന്ത്രിക്ക് KC വേണുഗോപാലിന്റെ തുറന്ന കത്ത്. വിദേശ സംഭാവന നിയന്ത്രണ നിയമം FCRA ഭേദഗതിയിൽ കേന്ദ്ര സർക്കാരിന്റെ ഗൂഢലക്ഷ്യവും ന്യൂനപക്ഷ വിരുദ്ധ അജണ്ടയും ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തുറന്ന കത്തയച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. ക്രൈസ്തവ സഭാ സ്ഥാപനങ്ങൾ അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങളെ തടയുവാനുള്ള കേന്ദ്ര നീക്കങ്ങൾ സംബന്ധിച്ച 5 ചോദ്യങ്ങളാണ് പ്രധാനമന്ത്രിക്കുള്ള കത്തിൽ KC വേണുഗോപാൽ ഉന്നയിച്ചിരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.